ജർമ്മൻ മെഡിക്കൽ ടേംസ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായി തോന്നുന്നുണ്ടോ? ഈ വീഡിയോയിലൂടെ വളരെ ഈസിയായി നിങ്ങൾക്ക് മെഡിക്കൽ ടേംസ് പഠിക്കാം. മെഡിക്കൽ ടെർമിനോളജി പഠിക്കാൻ വീഡിയോ എൻഡ് വരെ കാണൂ. സോഷ്യൽ ഡീൻസ്റ്റ് എന്ന് പറയുമ്പം സോഷ്യൽ സർവീസ്, ഫ്ലേഗെ ഡീൻസ്റ്റ് ലൈറ്റും നഴ്സിംഗ് കെയർ സർവീസ്, ഊറോളജി, യൂറോളജി, ഗൈനക്കോളജി. ഏകദേശം നമ്മളത് വായിക്കുമ്പോൾ ഏകദേശം ഒരുപോലെ തോന്നും, ചില വേർഡൊക്കെ കാണുമ്പോൾ. അപ്പോൾ യൂറോളജി എന്ന് പറയുമ്പോൾ ഊറോളജി അത് പഠിക്കാനൊക്കെ ഈസിയാണ്. പിന്നെ അപ്പോൾ ഔഷ്പ്രാഹയിൽ മാത്രം ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കുള്ളൂ. അടുത്തത് വരുന്നത് ഹായെന്നോ, ഹാൾസ്, നാസെ, ഒയർ. ഹാൾസ് എന്ന് പറയുമ്പോൾ ത്രോട്ട്, നാസെ നോസ്, ഒയർ ഇയർ. പിന്നെ ഇന്നറെ മെഡിസിൻ എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ മെഡിസിൻ. കാർഡിയോളജി അത് കാർഡിയോളജി. അപ്പോൾ ഇങ്ങനെയാണ് ഈ അടുത്ത മെഡിക്കൽ ടേംസിൽ വരുന്നത്. ഇലക്ട്രോഫിസിയോളജി, അതിൻ്റെ മീനിങ് ഇലക്ട്രോഫിസിയോളജി. എംഫാങ് റിസപ്ഷൻ. ആംബുലാൻസ് ഔട്ട് പേഷ്യൻറ്റ്. ഫിസിയോതെറാപ്പി അത് ഇംഗ്ലീഷിൽ സെയിം തന്നെ, ഫിസിയോതെറാപ്പി എന്നാണ് പറയുന്നത്. പിന്നെ ഓപ്പറേഷൻ റൂമേ, ഓപ്പറേഷൻ റൂം അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ. ഐനാർബൈറ്റും ട്രെയിനിങ് പീരീഡ് ഓർ ഇൻഡക്ഷൻ പീരീഡ്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഹൈമിലേക്കോ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഇൻഡക്ഷൻ പീരീഡ് ഉണ്ടായിരിക്കും. അപ്പം അതിന് പറയുന്നതാണ് ഐനാർബൈറ്റും. കൺട്രോൾ ഇയറൻ ടു ചെക്ക്. ടൈൽ നെയ്മൻ ടു പാർട്ടിസിപ്പേറ്റ്. ടൈൽ നെയ്മൻ എന്ന് പറയുന്നത് ഒരു ട്രെൻബാരെ വെർബനാണ്. അതിൽ ടൈൽ എന്ന് പറയുന്നത് പ്രിഫിക്സും നെയ്മൻ എന്ന് പറയുന്നത് സുഫിക്സുമാണ്. ഒരു സെൻറ്റൻസിലെ സെക്കൻഡ് പൊസിഷനിലായുള്ള വെർബായിട്ട് വരുന്നത് നെയ്മനാണ്. അത് സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യണം. പിന്നെ ടൈൽ എന്ന് പറയുന്നത് എൻഡിലേക്കാണ് പോകുന്നത് സെൻറ്റൻസിൻ്റെ. ബെറൂഹിഗൻ എന്ന് പറയുമ്പം ടു കാം അല്ലെങ്കിൽ റീഅഷ്വർ. പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോഴുള്ള വൊക്കാബുലറിയിൽ ബെറൂഹിഗൻ, പേഷ്യൻറ്റിനെ ബെറൂഹിഗൻ ചെയ്യുക. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ബെറൂഹിഗനാണ് അധികവും. പിന്നെ ബെറൂഫ് ടേറ്റിഷ് എന്ന് പറയുമ്പം വർക്കിംഗ് അല്ലെങ്കിൽ എംപ്ലോയിഡ് എന്നൊക്കെ പറയുന്നതാണ്. പിന്നെ ഫെർഡാട്ട് അതൊരു നൗണായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ മീനിങ് സസ്പീഷൻ അല്ലെങ്കിൽ ഡൗട്ട് എന്നാണ്. ന്യൂമോണിയ അത് ഇംഗ്ലീഷിൽ അതേപോലെ തന്നെയാണ്, പക്ഷേ ആവിഷ്പ്രാഹ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, ശ്രദ്ധിച്ചിട്ട് പറയണം. ഫോർ ലീഗൻ ടു എക്സിസ്റ്റ് അത് ഇതുപോലെ ട്രെൻബാരെ വെർബനാണ്. അപ്പോൾ അത് വരുമ്പോൾ ലീക്ഡ് ഫോർ എന്നാണ് വരുന്നത്. നോഹ് നിഷ്ട് നോട്ട് യെറ്റ്. പിന്നെ ആ ചാപ്റ്ററിൽ പറയാത്തൊരു വൊക്കാബുലറിയാണ് ഫെറാർബൈറ്റ് എന്ന് പറഞ്ഞാൽ. ഫെറാർബൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ് എന്നുള്ള മീനിങ് ആണ്. ഇപ്പം നമ്മൾ ജോബ് ആപ്ലിക്കേഷൻ അങ്ങനെയൊക്കെ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വിസയ്ക്ക് കൊടുക്കുക, അങ്ങനത്തെ ഈ സിറ്റുവേഷനിലൊക്കെ നമ്മൾ ആ പ്രോസസ്സിങ്ങിനെ പറയുന്നതാണ് ഫെറാർബൈറ്റും. ഇത് മുൻപ് എടുത്തിട്ടുള്ള ലോങ് വീഡിയോയിലുള്ള നൊയെ ഇം ടീം ഐൻസ് എന്നുള്ള ആ ക്യാപിറ്റലിലുള്ള വൊക്കാബുലറി ഒന്ന് എടുത്തു പറഞ്ഞതാണ് കേട്ടോ. ജർമ്മൻ റിലേറ്റഡ് വീഡിയോസ് കാണാൻ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.